വീഡിയോ കാണുന്നവരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് നമ്മൾ ചെയ്യണേ കേട്ടോ. ഓക്കെ, നമ്മുടെ ചാനലിൽ ഒത്തിരി നല്ല നല്ല ഇൻഫോർമേറ്റീവ്സ് വീഡിയോസ് ഉണ്ട്. എങ്ങനെ NHS ജോബ്, ട്രക്ക് ഡ്രൈവർ, അങ്ങനെ ഒത്തിരി ഇൻഫോർമേറ്റീവ്സ് വീഡിയോ ഉണ്ട്. ഇതൊരു ഫണ്ണായിട്ട് നമ്മുടെ നാട്ടിലുള്ള പേരൻസിക്കാണെങ്കിൽ നമ്മളോട് ചോദിക്കും, എടാ ക്രിസ്മസ് ആയിട്ട് എങ്ങനെയുണ്ട്, ക്രിസ്മസ് മാർക്കറ്റിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യണത്, നമ്മൾ പുതിയ മൈക്ക് മേടിച്ചു ഗൈസ്. റോഡിൻ്റെ മൈക്ക് ഒഴിവാക്കിയിട്ട് പുതിയ മൈക്ക് മേടിച്ചു. ഇത് ഇത്രയും ദൂരത്ത്, ദൈവം ശരിക്കും നല്ല ദൂരെയാണ് നിൽക്കണം. നോട്ടിംഗ്ഹാമിലെ പ്രൈമാർക്കാണ്. ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഏത് സിറ്റിയിൽ പോയാലും അവിടുത്തെ പ്രൈമാർക്കിൽ ഒന്ന് കയറിയില്ലെങ്കിൽ. ഹായ് ഫ്രണ്ട്സ്, അബിസുഖയുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നുള്ളത് നമ്മുടെ നോട്ടിംഗ്ഹാമിലെ സിറ്റി സെൻറ്ററിലാണ്. നോട്ടിംഗ്ഹാമിലെ സിറ്റി സെൻറ്ററിലെ കുറച്ച് ക്രിസ്മസ് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിന്നിവിടെ വന്നേക്കണം. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുമാണ് മച്ചാനെ. അപ്പോൾ അത് നമ്മുടെ ഒപ്പം ഞാനും എൻ്റെ വൈഫും ഉണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ നോട്ടിംഗ്ഹാമിലോട്ട് ഇറങ്ങിയാണ്. പക്ഷേ ഇവിടുത്തെ സിറ്റി സെൻറ്റർ നമ്മുടെ ഷെഫീൽഡിനേക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഷെഫീൽഡിനേക്കാൾ 3 ഇരട്ടി വലിപ്പം ഉണ്ടെന്നാണ്. എന്നാലും നമുക്കിഷ്ടം ഷെഫീൽഡാട്ടോ. 3 ഇരട്ടി വലിപ്പമുണ്ട് നമ്മുടെ നോട്ടിംഗ്ഹാം സിറ്റി സെൻറ്ററും കാര്യങ്ങളും. അപ്പോൾ അതേ ഇവിടുത്തെ ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കണ്ടോ. ഓക്കെ, നീ പയ്യെ വന്നാൽ മതി, ഞാൻ ഇച്ചിരി മുമ്പിൽ പോകാം. ഓക്കെ, അപ്പോൾ അതേ ഇപ്പോൾ പിള്ളേരെയും കൊണ്ടൊക്കെയാണെങ്കിലും ഇറങ്ങാൻ പറ്റിയതാട്ടോ. ഓക്കെ, അതേ അത് നോക്കിക്കേ, അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ജനം, ഒരു മനുഷ്യന്മാരെന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടോ. ഒരു ലോഡ് ജനമുണ്ട്. അപ്പം പിന്നെ ഒത്തിരി ഷോപ്പുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ റൈഡും കാര്യങ്ങളും. പിന്നെ ഇവിടേക്കും വരുമ്പോൾ നിങ്ങൾ കയ്യിൽ കുറച്ച് കാശ് കൊണ്ടുവരുവാണെങ്കിൽ നല്ലതായിരിക്കും. വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ ചില റൈഡിലേക്കും അവർ കാശാണ് എടുക്കുന്നത്. നമ്മളിതിപ്പോൾ എങ്ങോട്ട് പോകുന്ന അറിയാതെ സ്തംഭിച്ച് നിൽക്കുവാണ് മച്ചാന്. ഓക്കെ, അപ്പോൾ നമുക്ക് ചുമ്മാ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ഫുഡൊക്കെ ആണെങ്കിലും കണ്ടമാനം ഫുഡുണ്ട്, പിന്നെ റൈഡുണ്ട്, പിന്നെ എന്താ പറയുക, അയ്യോ ക്യാമറ മിസ്സായില്ലോ. പിന്നെ റൈഡും കാര്യങ്ങളും. പിന്നെ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല കേട്ടോ. എല്ലാ രാജ്യക്കാരും ഉണ്ട് മച്ചാന്മാരെ ഇവിടെ. എല്ലാ രാജ്യക്കാരും എല്ലാ തരത്തിലുള്ള ആളുകളും ഉണ്ട്. ഇതിപ്പോൾ ഇടിച്ചാൽ നമ്മൾ ഇത് ജസ്റ്റ് ഒരു ഇത് UK ഇപ്പോൾ നമ്മൾ എവിടെ പോയാലും, ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ യോർക്കിൽ പോയിട്ടുണ്ടായിരുന്നു, ഷെഫീൽഡിലുണ്ടായിരുന്നു, നോട്ടിംഗ്ഹാമിലുണ്ടായിരുന്നു, മാഞ്ചസ്റ്ററിലുണ്ടായിരുന്നു. എല്ലായിടത്തെയും ഈ ക്രിസ്മസ് മാർക്കറ്റ് എന്ന് പറയുന്നത് സെയിമാണ്. എല്ലാ ഷോപ്പുകളും ഒരു 80% സെയിം തന്നെയായിരിക്കും. ഓക്കെ, അപ്പം ഒത്തിരി സുന്ദരികളായ കുട്ടികളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ എന്താ പറയണ, ഇടയ്ക്ക് മലയാളികളെ കാണാം, പിന്നെ ചൈനക്കാരുണ്ട്, ഹോങ്കോങ്ങുകാരുണ്ട്, എല്ലാം. ഇത് ഒരു കടയിലോട്ടുള്ള തിരക്കാണ് കേട്ടോ. ഇത് ഏത് കടയാണ് ഇത്? റാപ്പ് വാങ്ങാൻ നിൽക്കണ ആൾക്കാർക്കുടെ തിരക്കാണ്. പക്ഷെ അത് പോർക്കാണ്. പോർക്ക് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല, വേണ്ട. പിന്നെ ഇങ്ങനെ നടക്കുക. നല്ല രസമാണ്. ഇവർക്കുടെ ക്രിസ്മസിൻ്റെ ഒരു ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിലും കാണാൻ നല്ല രസമാണ്. ലേഡീസ് ആണെങ്കിലും ജെൻസ് ആണെങ്കിലും. പിന്നെ ഒത്തിരി കടകളുണ്ട് കേട്ടോ. പിന്നെ അത് ഇതൊരു മാലയുടെ കട. ഒരു മാല മേടിക്കണമെന്ന് ഒത്തിരി നാളായിട്ട് ഓർത്തതാണ്. അത് ലേഡീസിൻ്റെ മാലയാണ്, ആണുങ്ങൾക്കട വലിയ കാര്യമായിട്ടില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഹോംലെസ് ആയിട്ടുള്ള ആളുകൾ റോട്ടിലിരിക്കുന്നുണ്ട്. പിന്നെ അതേ സ്പ്രേയുടെ കട, അത്തറിൻ്റെ കട, പിന്നെ തൊപ്പികൾക്കടെ കട. 12 പൗണ്ട്, 14 പൗണ്ട്. നല്ല അടിപൊളി തൊപ്പീസ് ഉണ്ട് കേട്ടോ. തൊപ്പി എത്രയാണ്? 15 പൗണ്ട്. ഇതിങ്ങനെ ഹാൻഡ് മെയ്ഡാണെന്നാണ് തോന്നണത്. വൂൾഫ് അല്ല. എന്താ ഇത് അപ്പുറത്തെ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പുറത്തെ സൈഡ് ജസ്റ്റ് ഇങ്ങനെ റൂമിലിരുന്ന് ബോറടിച്ചപ്പം നമുക്ക് ഷെഫീൽഡ് ടു നോട്ടിംഗ്ഹാം ഏകദേശം 1 മണിക്കൂറും 15 മിനിറ്റും ഉള്ളായിരുന്നു. അപ്പം ജസ്റ്റ് ഒന്നും ഇവിടുത്തെ ക്രിസ്മസ് മാർക്കറ്റ് ഭയങ്കര വലുതാന്ന് കഴിഞ്ഞ വർഷവും കേട്ടായിരുന്നു. അപ്പോൾ കാണാൻ വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വന്നതാണ്. ഇവിടെ നമ്മുടെ നാട്ടിൽ കാർഷികമേളയ്ക്ക് വരുമ്പം നമ്മൾ മറ്റേ ബോൾ അറിയില്ലേ, ആ സാധനമൊക്കെ ഉണ്ട് കേട്ടോ. ഓ, 4 പൗണ്ട് 6 ബോള് എറിഞ്ഞിട്ടാൽ സമ്മാനം. ഇപ്പോൾ എറിയാൻ സമയമില്ല ഗൈസ്. എറിയണ കാണിച്ചു കൊടുക്കുക. ഞാൻ ഇന്ന് ചെയ്യാൻ ഒരു മൂഡില്ല മക്കളെ. ഓ, ഒന്നും ചാർന്നില്ല. ഓ, അവൻ കൊള്ളാം. 6 ചാടിച്ചില്ല. ക്യാഷ്, കാർഡ് എല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഇത് അപ്പുറം നമുക്ക് വേറെ ഐറ്റം ഉണ്ട്. ഇതെന്താ ഐറ്റം? തോക്കെടുത്തെറിയാം. ഇത് മറ്റേ ഇത് ഇങ്ങനെ എറിയണ സാധനം കേട്ടോ.
മറ്റേ ആരും അറിയണം, അമ്പ അറിയണം. ബുൾസയോ? ബുൾസയുടെ പരിപാടി അതെ. ആ കൊച്ചെറിയണോ നോക്കിയേ. ഓക്കെ, അങ്ങനെ കൊച്ചെറിയണോ. ഗൈസ്, ഈ വീഡിയോ കാണുന്നവരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ ജസ്റ്റ് ഒരു ഫണ്ണായിട്ട് നമ്മൾ ചെയ്യണേ കേട്ടോ. ഓക്കെ, നമ്മുടെ ചാനലിൽ ഒത്തിരി നല്ല നല്ല ഇൻഫോർമേറ്റീവ്സ് വീഡിയോസ് ഉണ്ട്. എങ്ങനെ NHS ജോബ്, ട്രക്ക് ഡ്രൈവർ, അങ്ങനെ ഒത്തിരി ഇൻഫോർമേറ്റീവ്സ് വീഡിയോ ഉണ്ട്. ഇതൊരു ഫണ്ണായിട്ട് നമ്മുടെ നാട്ടിലുള്ള പേരൻസിക്കാണെങ്കിൽ നമ്മളോട് ചോദിക്കും, എടാ ക്രിസ്മസ് ആയിട്ട് എങ്ങനെയുണ്ട്, ക്രിസ്മസ് മാർക്കറ്റിക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ആകാശത്തൊട്ടി, അതല്ലെങ്കിൽ ജൈൻറ്റ് വീലിൻ്റെ അടിയിലാണ് നമ്മൾ നിൽക്കണത്. ഓക്കെ, അതിൻ്റെ അടിയിൽ തന്നെ സ്കേറ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ട്. സൂപ്പറാണ്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യണത്, നമ്മൾ പുതിയ മൈക്ക് മേടിച്ചു ഗൈസ്. റോഡിൻ്റെ മൈക്ക് ഒഴിവാക്കിയിട്ട് പുതിയ മൈക്ക് മേടിച്ചു. ഇത് ഇത്രയും ദൂരത്ത്, ദൈവം ശരിക്കും നല്ല ദൂരെയാണ് നിൽക്കണമെങ്കിൽ പോലും നമ്മുടെ മൈക്ക് പൊളിയാണ് വെച്ചാൽ. അപ്പോൾ ഈ മൈക്ക് മേടിക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ഈ മൈക്കിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. നിങ്ങൾ വേണമെങ്കിൽ മേടിച്ചോളൂ. സൂപ്പർ പ്രൊഡക്റ്റാണ്. നോട്ടിംഗ്ഹാമിലെ പ്രൈമാർക്കാണ്. ഒരു മലയാളി എന്നുള്ള രീതിയിൽ ഏത് സിറ്റിയിൽ പോയാലും അവിടുത്തെ പ്രൈമാർക്കിൽ ഒന്ന് കയറിയില്ലെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ടൗണിൽ പോകുമ്പോൾ അവിടുത്തെ അമ്പലത്തിൽ കയറിയില്ലേ ഒരു ബുദ്ധിമുട്ടല്ലേ, അല്ലെങ്കിൽ പള്ളി കയറി. ആ സെയിം അവസ്ഥയാണ് ഇവിടെ വരുമ്പോൾ. എവിടെ ചെന്നാലും അവിടുത്തെ പ്രൈമാർക്കിൽ ഒരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്തില്ലേ നമുക്കൊരു സന്തോഷമില്ല സത്യം പറഞ്ഞാൽ. അപ്പോൾ നമ്മുടെ നോട്ടിംഗ്ഹാമിലെ പ്രൈമാർക്കാണ്. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. നമ്മുടെ ഷെഫീൽഡിനേക്കാളും വലുതാണ്. ഇവിടെ എല്ലാം ലാർജാണ് മച്ചാനെ. അപ്പോൾ ആ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാം. അവിടെ ഉള്ളത് തന്നെയാണ് ഇവിടെ ഉള്ളൂ. പക്ഷേ ഇവിടെ ഇച്ചിരി കൂടെ കളക്ഷൻസ് കൂടുതലാണെന്ന് തോന്നുന്നു. കളക്ഷൻ വേറെ മീനിങ്ങിൽ എടുക്കരുത് കേട്ടോ. ഞാൻ തുണിയുടെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, കയ്യിലിടുന്ന ഗ്ലൗസ് ഉണ്ടോയെന്നൊന്ന് നോക്കാം. ഓക്കെ, പിന്നെ ഒത്തിരി മലയാളികളുണ്ട് കേട്ടോ നോട്ടിംഗ്ഹാമിൽ. ഇപ്പോൾ നമ്മൾ ഈ പ്രൈമാർക്കിൻ്റെ അകത്ത് കയറിപ്പോയാണെങ്കിൽ നമ്മൾ കുറച്ച് പേരെ കണ്ടു കേട്ടോ. ആദ്യമായിട്ടാണ് നമ്മൾ പ്രൈമാർക്കിൽ വന്നിട്ട് പ്രൈമാർക്കിൻ്റെ അകത്തൊരു കോസ്റ്റ കോഫിയുടെ കട കാണുന്നത്. ഞാൻ കയറിപ്പോയേ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഭയങ്കര വലിയ ഒരു പ്രൈമാർക്കാണ്. കണ്ടോ? അപ്പം അതിൻ്റെ അകത്ത് കോസ്റ്റ കോഫി. സത്യം പറഞ്ഞാൽ നമ്മുടെ ഷെഫീൽഡിൽ എനിക്ക് തോന്നണു നമ്മുടെ H&Mൻ്റെ അകത്തുണ്ടെന്ന് തോന്നണം. ഇങ്ങനെ പ്രൈമാർക്കിലേക്ക് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വരുമ്പോണ്ടല്ലോ, നമ്മൾ രാവിലെ വന്നേട്ടാ നല്ലത്. നമ്മൾ ഈ വൈകുന്നേരം 5 മണി 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ ബില്ലടിക്കാൻ അന്യായ ക്യൂ ആയിരിക്കും. അപ്പോൾ രാവിലെ വരുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എനിവേസ് മീ അബി സൈനിങ് ഓഫ് ഫ്രം അബീസ് UK ചാനൽ. ബൈ.